ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2003 മുത്തങ്ങ സമരത്തിന്റെ ബേസിസിൽ അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ ഡയറക്റ്റ് ചെയ്ത ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത ഈ വർഷം, അതായത് 2025 മെയ് 23 റിലീസ് ചെയ്ത 2 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യം എന്ന് കാണിച്ചിട്ടുള്ള, എന്നാൽ സോണി ലീവിൽ വന്നപ്പോൾ ടോട്ടൽ റൺ ടൈം നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മലയാള സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ പേരാണ് നരിവേട്ട. നമ്മളിപ്പോൾ പറഞ്ഞ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാതെ വേറെ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അഭിനയിക്കുന്നത് നോക്കുന്നുണ്ടെങ്കിൽ, ചേരൻ സാറുണ്ട്, പ്രിയംവദ കൃഷ്ണൻ, സോഫിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, പ്രണവ് ഉണ്ട്, പ്രണവ് തിയോഫൈൻ, പുള്ളിക്കാരൻ താമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് മാധവൻ, നോബിൾ എം മാത്യു, റാണി ഉദയകുമാർ, പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഫെമിലിയർ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഒരു സിനിമയിൽ. ഈ സിനിമ ഒരു നോൺ ലീനിയർ ഒരു ഫോമാറ്റിലാണ് പോകുന്നത്. അതായത് പഴയ കാര്യങ്ങൾ, ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ മിക്സായി പല രീതിയിലായിരിക്കും സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാകണോ ഇതാണെന്നുള്ളൊരു സാധനം പറഞ്ഞു, അല്ലാതെ കംപ്ലീറ്റ്ലി ടൈമിൻ്റെ ഒരു ബേസിസിലല്ല പോകുന്നത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ടൊവിനോനെ ചേസ് ചെയ്യുന്ന ഒരു സീനിലാണ് തുടങ്ങുന്നത്, ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, നോൺ ലീനിയർ ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ടൊവിനോയുടെ ലൈഫിലോട്ട് കയറുന്നത്. അതായത് പുള്ളിക്കാരൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അവിടെ കുറച്ച് വലിയ സാമ്പത്തികമായിട്ടൊന്നും ഉള്ളൊരു ഫാമിലി അല്ല, അച്ഛനില്ല, അമ്മ മാത്രമാണ് ഉള്ളത്, പിന്നെ ഒരു അങ്കിളും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ PSCയുടെ എക്സാംസ് ഒക്കെ എഴുതി കുറച്ചധികം PSC ലിസ്റ്റിലൊക്കെ ഉണ്ട്, പക്ഷെ ജോലി കിട്ടിയിട്ടില്ല, സമരം ചെയ്യേണ്ടി വരുന്നു, ചെറിയ രീതിയിൽ സെക്രട്ടേറിയറ്റിലൊക്കെ പോയിട്ട്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫ് സ്റ്റൈലാണ് പുള്ളിക്കാരനുള്ളത്. ഫിനാൻഷ്യലി വലിയ സ്ട്രോങ് അല്ലാത്ത ഒരു ഫാമിലി. പുള്ളിക്കാരനാണ് സോഫിയ എന്ന് പറയുന്ന, അതായത് പ്രിയംവദ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ പ്രേമിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മറ്റേ മിന്നൽ വള എന്ന് പറയുന്ന പാട്ടും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ്, ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഈ ഒരു ക്യാരക്ടർ, അതായത് ടൊവിനോ തോമസ് ചെയ്യുന്ന വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു ബേസിക് എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഫസ്റ്റ് ഹാഫിൽ നടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ മുത്തങ്ങ സമരത്തിന്റെ ഒരു ബേസിക് ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇൻ ഡെപ്തിലല്ല, എന്നാൽ പോലും കാണിക്കാൻ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് പാരലലിലേക്കാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ചധികമായിട്ട് അവർ നോൺ ലീനിയർ കുറച്ച് പരിപാടികളൊക്കെ പിടിക്കുന്നും ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ സ്റ്റാർട്ടിങ്. അതായത് ഫസ്റ്റ് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ടൊവിനോനെ ചേസ് ചെയ്യുന്ന ഒരു സീനാണ്. അവിടുന്ന് ഈ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ടൊവിനോയുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടാൽ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് ഇന്ന കാര്യങ്ങളാണെന്നുള്ളത്. പക്ഷെ ഒരു ഫസ്റ്റ് സീൻ തന്നെ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഇതെന്താണ് എന്നൊരു ക്ലാരിറ്റി കിട്ടാത്തൊരു രീതിയിലാണ് ഫസ്റ്റ് സീൻ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹുക്ക് എന്ന് പറയുന്നത്. ആ ഒരു സീൻ കാണിച്ചില്ലായിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഇത്ര എൻഗേജ്ഡ് ആയിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ആ ഒരു ഫസ്റ്റ് സീൻ, അതാണ് പറഞ്ഞത്. ചില സിനിമകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതുപോലൊരു ഹുക്ക് ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. കാര്യം ഒരു കണക്ഷൻ ഇല്ല, അതെങ്ങനെ അവിടെ അത് ഒരു ഡൗട്ടുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചിലയിടത്ത് അങ്ങനെയല്ല, ക്ലൈമാക്സിൽ വരേണ്ട സാധനത്തിനെ ഒരു ഹുക്ക് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിൽ ഓൾമോസ്റ്റ് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ എത്തിയാൽ മതി എന്നതിൻ്റെ അപ്പുറം നമുക്ക് വലിയൊരു ആകാംക്ഷയൊന്നുമില്ല. മേ ബി ആ ഹുക്കെന്ന് ഉദ്ദേശിച്ച് അവർ ചെയ്തേക്കുന്ന സാധനം ക്ലൈമാക്സിൽ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാവ് എന്ന് പറഞ്ഞു പോകാൻ, അതായത് നമുക്ക് അറിയില്ല അത് എവിടെ ചെന്ന് എത്തും എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ സിനിമയിൽ ആ ഒരു ഹുക്ക് എന്ന് പറഞ്ഞ സാധനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ആകാംക്ഷ അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷ തോന്നും, ഇത് എങ്ങനെയാണ്, ഇത് എന്താണെന്നുള്ള ചെറിയൊരു ഡൗട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് മുത്തങ്ങ സമരം അവിടെ പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, CK ജാനു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ വേറൊരു പേരാണ്, CK ശാന്തി എന്നാണ് ഒരു ക്യാരക്ടറിന്റെ പേര്. അതുപോലെ തന്നെ പിന്നെ അവിടെ നടക്കുന്ന ഇൻസിഡൻസ്, സുരാജ് വെഞ്ഞാറമൂട് ഇതിൻ്റെ അകത്തൊരു പോലീസുകാരനായിട്ടാണ് വരുന്നത്, ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത്. ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടർ ചെയ്തു. സുരാജ് വെഞ്ഞാറമൂട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു, അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിലും പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയംവദയ്ക്ക് വലിയ റോളോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പാട്ടും പിന്നെ ചെറിയ സീൻസ് മാത്രമേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല പുള്ളിക്കാരിക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ. എന്ത് കൊണ്ടുവരണോ അത് പുള്ളിക്കാരി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ടൊവിനോയുടെ അമ്മ, ആ ഒരു ക്യാരക്ടർ ചെയ്ത റിനി ഉദയകുമാർ, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മൾ നന്ദു സാറൊക്കെ ഉണ്ട്, അവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസമുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തില്ല എന്ന് തോന്നിയ ഒറ്റ ഒരാളേ ഉള്ളൂ, ടൊവിനോ. ഇതിൻ്റെ അകത്ത് കുറച്ചധികം ഇമോഷണൽ സീൻസും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് കുറച്ച് ഫണ്ണി ഒരു സൈഡുണ്ട് ഈ ഒരു ടൊവിനോയുടെ ഈ ഒരു ക്യാരക്ടർ, വർഗീസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ഫണ്ണി സൈഡൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ആകുമ്പോഴത്തേനും കുറച്ചധികം ഇമോഷൻസ് ഇമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഈ ഒരു ക്യാരക്ടർ.
ചിലതൊക്കെ നന്നായിട്ട് അത് വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടും, ആ ഒരു ഇമോഷണൽ ഒരു സാധനം നമുക്ക് ഇങ്ങനെ കിട്ടും, കണക്റ്റ് ആവും. ചിലയിടത്ത് നമുക്കൊരു ഓക്കെ ഫീലാണ്, ചിലയിടത്ത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ചില ഇമോഷണൽ സീൻസ്. ഇതെല്ലാം ഇങ്ങനെയുള്ള ഇമോഷണലി ഒട്ടും കണക്റ്റ് ആവാത്ത ബോറെന്ന് പറയാൻ പറ്റുന്ന സീൻസ് ഈ സിനിമയിലുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ആ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മ്യൂസിക് തന്നെയാണ്. ജേക്സ് ബിജോയുടെ മ്യൂസിക് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പാട്ടുകളാണെങ്കിലും ശരി, ബീജിയം മോനെ ഇതിൻ്റെ അകത്തുള്ള ഈ ബീജിയം ജസ്റ്റ് ഒന്ന് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റ് ആവില്ല. കാര്യം അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഈ ഒരു മ്യൂസിക് ട്രാക്സ് ആണെങ്കിലും ശരി ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചില സീൻസിൽ ടോവിനോ അത്ര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് ചിരി വന്നു ചില ഇമോഷൻസ് ഇമോട്ട് ചെയ്യുന്ന കാണിച്ചിട്ട് ടോവിനോന്റെ ആ ഒരു ക്യാരക്ടർ എനിക്കത് ഒട്ടും ശരിയാകാത്ത പോലെ തോന്നി. പക്ഷെ ഈ മ്യൂസിക് അതിന്റെ ബാക്കിൽ ഇങ്ങനെ അത് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിധം അതിനെ പിടിച്ചിരുത്തും എന്നുള്ളതാണ്. ഈ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് എനിക്ക് പറയാൻ പറ്റും ഈ സിനിമ ഒരു ഫ്ലോപ്പ് ആയനെ, ഒട്ടും കണക്റ്റ് ആവാതെ ബോറായിട്ട് മാറിയാണ്. പക്ഷെ ആ മ്യൂസിക് കൊടുത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് ഗംഭീരമാണ്, അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ എൻ്റെ സിനിമാറ്റോഗ്രഫി, ഒരു കഥ പോകുന്ന പ്രോഗ്രസ് ചെയ്യുന്ന ഓൾറെഡി ഉള്ള കഥയാണെങ്കിൽ അതിനെ എൻഗേജിങ് ആക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ സീൻസ് കൊണ്ടുവരാം, കുറച്ചും കൂടി കണക്ഷൻസ് കൊണ്ടുവരാം. ഒരുവിധം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗംഭീരം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ചേരൻ സാറിൻ്റെ ഒരു ക്യാരക്ടർ, IPSന്റെ ഒരു ക്യാരക്ടറൊക്കെ ആണെങ്കിലും ചിലയിടത്തൊക്കെ നമുക്കൊരു അത്രയായിട്ട് ചേരാത്ത മാതിരി കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെയും അത് ഓക്കെ തിങ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് താമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത പ്രണവാണ്. ഓ മൈ ഗോഡ്, ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരു അതിഗംഭീരമായിട്ട് പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് അത്രയ്ക്ക് അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരുപാടൊന്നും കാണിക്കുന്നില്ല. താമി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കുറേ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഇന്നസെൻസ് ആണെങ്കിലും ശരി, ഒരു ആളുടെ ഒരു നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവമാണെങ്കിൽ, ഇമോഷണലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ക്ലൈമാക്സിന് മുമ്പൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ചധികം വയലൻസും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നമുക്ക് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന കൈൻഡ് ഓഫ് കുറച്ചധികം സീൻസ് ഉണ്ട് ഈ സിനിമയിൽ, ഉള്ളത് പറയണം. അതെന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് സ്ക്രീനിൽ താമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത പ്രണവ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും, ആ ഒരു ഓരോ സ്ക്രീമും ഓരോ ഇമോഷനും താമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്കതിങ്ങനെ കിട്ടും. അതെന്താണ് ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ ഉള്ളത്. ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സീനുണ്ട്, താമിയുടെ ചെറിയൊരു ഇൻട്രോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടം തൊട്ട് ക്ലൈമാക്സ് വരെ ഗംഭീരമായിട്ട് പ്രണവ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും പുള്ളിക്കാരന് ഗംഭീരമായ റോൾസ് കിട്ടും. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ടറാണ്, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം അത്ര ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, അത്ര നന്നായിട്ട് വളരെ ഭംഗിയിലുള്ള ഒരുപാട് അധികം സീൻസ് ഉണ്ട്. അതിൻ്റെ കൊറിയോഗ്രഫി അത്ര നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേനും ഒരു വലിയൊരു ലോങ് ഷോട്ട് ഉണ്ട്. അത് പല രീതിയിൽ പല ആംഗിൾസിലൊക്കെ വെച്ചിട്ട് അതൊരു കണ്ടിന്യൂസ് ഷോട്ട് എന്നുള്ള രീതിയിൽ കുറച്ചധികം ഫേക്ക് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്കത് ഒട്ടും എന്താ പറയുക ബോർ എന്ന ഒരു പരിപാടി തോന്നില്ല. നമുക്കത് ഓക്കെ ഇത് സിംഗിൾ ഷോട്ടാണെന്ന് നമുക്ക് തോന്നി. ആ രീതിയിൽ തന്നെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കൊറിയോഗ്രഫി സ്മൂത്ത് അല്ല എന്നുള്ളത്, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഒരിക്കലും അങ്ങനെ ഒരു ഷോട്ട് എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി എന്നല്ലൊരു ഇറ്റ്സ് വെരി ഹാർഡ്. അങ്ങനെ ഒരു സീൻ അവർ കൊറിയോഗ്രാഫി ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള കാര്യം ഒരുപാട് പേര് നമ്പർ ഓഫ് പീപ്പിൾ ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും ആക്ടിവിറ്റീസ് നടക്കുകയാണ്, അത് തമ്മിലുള്ള കോർഡിനേഷൻ അത്രയും പ്രോപ്പറായിട്ട് വരണം. ഒരുപാട് കാര്യങ്ങൾ വരണം, എന്നാൽ മാത്രമേ ഒരു സീൻ പെർഫെക്റ്റ് ആവുള്ളൂ. അതിൻ്റെ ആംഗിൾ ആണെങ്കിലും ശരി, ഈവൻ ഫോക്കസ് ആണെങ്കിലും ശരി, ഒരുപാട് പ്രശ്നങ്ങളുള്ള അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനിൻ്റെ ഒരു ലോങ് ഷോട്ട് കൈൻഡ് ഓഫ് ഒരു ഫോർമാറ്റിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് വന്നു ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ഒരു സീൻ കൊറിയോഗ്രഫി എന്ന് പറയുന്ന സാധനം അത്ര പ്രോപ്പറായിട്ടില്ല. ആ ഒരു സീനിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരാൾ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ഒരാൾ അങ്ങോട്ട് തെറിച്ച് വീഴുന്നു, അങ്ങനെ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് തിങ്. അതിൻ്റെ ഇടയിൽ ഓരോ ആൾക്കാർ പെരുമാറുന്ന രീതി, ഒരാൾ നമ്മളെ തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഈവൻ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും ശരി, ബാലൻസ് പോകുന്നതിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സീനിൽ അതിനിടയിൽ കുറച്ച് ചെറിയ സ്ലോ മോഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കത് കാണുമ്പോൾ അതിന് വരേണ്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സീനിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെയാണ്, നമ്മളെ ലൊക്കേഷനുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് എന്നൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കട്ട്സ് ഒന്നും ഇല്ലാത്തൊരു സിംഗിൾ ഷോട്ട് ആയിട്ടുള്ള എടുക്കുന്ന ഒരു സീൻ.
പക്ഷെ അവിടെ ഈ ഒരു കൊറിയോഗ്രഫിയിൽ വന്ന ചില മിസ്റ്റേക്സ് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അത് ഭയങ്കര ഫേക്ക് ഒരു ഫീലാണ് തന്നത്. അതായത് നോർമലി പല കട്ട്സൊക്കെ വെച്ച് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റിയലിസ്റ്റിക് ഫീലിനെ കാട്ടി കൂടുതലാണ് ഇങ്ങനെയുള്ള സിംഗിൾ ഷോട്ട് എടുക്കുമ്പോൾ. പക്ഷെ ആ സിംഗിൾ ഷോട്ട് പ്രോപ്പർ അല്ലെങ്കിൽ അത് ഫേക്ക് 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 എന്നുള്ള സാധനം സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പം ആ ഒരു സീനിന് കംപ്ലീറ്റ്ലി കുറേ സ്ഥലങ്ങളിലൊക്കെ അത് ഫേക്ക് 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 എന്ന് പറഞ്ഞ സാധനം തള്ളി വന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ബിലീവബിൾ ആയില്ല ആ ഒരു സീൻ എന്ന് പറയുന്നതാണ്. ആ ഒരു സെയിം സീനിൽ തന്നെ ഗംഭീരമായ കുറേ സാധനങ്ങൾ, കുറേ എലമെന്റ്സ് ഉണ്ട്, ഇല്ലെന്നല്ല പറയണത്. പക്ഷെ അതിൽ കുറേ ഫേക്ക് സാധനങ്ങൾ നമുക്ക് കാണുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളത് ഓക്കെ ഇത് റിയൽ അല്ല എന്നൊരു തോട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ തോന്നും. അത് ഇച്ചിരി ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ശരി, ഇതിൻ്റെ അകത്ത് മേക്കപ്പ്, ആർട്ട് വർക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒരു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. ഷമീർ മുഹമ്മദ് ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള കുറേ എന്താ പറയുക ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് എഡിറ്റിംഗ് നന്നായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു കണക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ സ്ക്രീൻ പ്ലേ അത്രയ്ക്ക് ഭംഗിയിൽ വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലങ്ങളിലും നമുക്കത് ബിലീവബിൾ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടില്ല. മിക്ക സീൻസും അവർ ഉദ്ദേശിച്ചത് എന്താണ്, എന്ത് ഇമോഷൻ അല്ലെങ്കിൽ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ അവർ എന്താണ് ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു ഫീൽ കിട്ടാത്ത മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൊവിനോയുടെ പെർഫോമൻസിന്റെ ആ ഒരു കുറവ് ചില സീൻസിൽ, എസ്പെഷ്യലി ഇമോഷണലി ഒക്കെ ഉള്ള ചില സീൻസിൽ ടൊവിനോയുടെ ഒരു എക്സ്പ്രഷൻ ഇമോഷണലി ഉള്ളത് തന്നെയാണ്. മൈന്യൂട്ട് മൈക്രോ എക്സ്പ്രഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിലത് നമുക്ക് ആ ഒരു അതായത് ഒരു ഇമോഷണലി ഒരാൾ പെരുമാറുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന വ്യത്യാസങ്ങൾ, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ചിരി വേണമെങ്കിലും വരാം. നിസ്സഹായാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു ചിരി ആയിരിക്കാം ആ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനോട് പോസിറ്റീവ് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം. അപ്പോൾ പല രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു ഇമോഷണൽ സീനിൻ്റെ ഇടയിൽ വരാം. പക്ഷെ ഇതിൻ്റെ അകത്ത് അതൊന്നും പ്രോപ്പറായിട്ട് വന്നില്ല. ഒരു ഫണ്ണി ഒരു രീതിയായിട്ടാണ് തോന്നിയത്, അല്ലെ ജെന്യൂൻ ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതലും കാണാൻ പറ്റിയത് ടൊവിനോട്. എന്നാലും ബോറെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ എന്നാൽ കുറച്ചൊക്കെ ബോറുണ്ടും താനും. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ആണെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങളും സ്റ്റാർട്ടിങ്ങിലെ തൊട്ട് ആ സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. കാരണം അത്രയും ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും മിക്കവാറും, അതുപോലെ തന്നെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഷ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഭാഷയും ബാക്കി സംഭവങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോഴൊക്കെ നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലൈമാക്സ് ഒബ്വിയസ്ലി യെസ്, നല്ല രീതിയിൽ നമുക്ക് ഇമോഷണൽ ആകും. ഒരു ഓൾമോസ്റ്റ് സിനിമയുടെ ഒരു 80% ഒരു ലെങ്ത് ആ റേഞ്ചിലൊക്കെ ആകുമ്പോൾ തന്നെ കുറച്ചധികം ഇമോഷണൽ സാധനങ്ങളൊക്കെ വന്ന് നമ്മളൊന്ന് കുലുങ്ങി നിൽക്കും. ക്ലൈമാക്സ് വന്നിട്ട് അവർ എഴുതി വെച്ചേക്കുന്ന ഒരു റിയൽ സംഭവമുണ്ട്. അതിനോട് തന്നെ കുറച്ച് സീൻസും കുറച്ച് ആക്ടിങ്, ഒരു ബീജം, മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു പവറെല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് ഇമോഷണലി അത് കണക്റ്റ് ആവും. നല്ല രീതിയിൽ ചിലപ്പോൾ വിഷമിക്കാനും കരയാനും ചാൻസ് ഉള്ള രീതിയിൽ തന്നെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആം ഐ സാറ്റിസ്ഫൈഡ്? നോട്ട് അറ്റ് ഓൾ. കുറച്ചും കൂടി മേളിൽ അത് വന്നേനേന്ന് തോന്നുന്നു. സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി മൈക്രോ ചെറിയ എന്താ പറയുക സീൻസ് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടിയൊക്കെ അവർ ആഡ് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി എലോങ്ങേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചില സീൻസ്, ഒരു ഫൈറ്റ് റിലേറ്റഡ് ലാസ്റ്റ് വരുന്ന സാധനത്തിൻ്റെ അകത്ത് തന്നെ അത് ഒരു ഡ്രാമ കൈൻഡ് ഓഫ് ഒരു ഫീലാണ് കിട്ടിയത്. അത് പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോയതല്ല, അതിങ്ങനെ ബിൽഡായിട്ട് വരുന്ന ഒരു സീൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഫീൽ കിട്ടിയില്ല. പെട്ടെന്ന് വന്നു, സംഭവിച്ചു, കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ് വന്നത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സാധനം. പിന്നെയാണ് അതിൻ്റെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയിപ്പോകുന്നത്. അപ്പോൾ എനിവേ എനിക്കിതൊരു ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റും. ഗംഭീര മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല, ആവറേജ് മൂവി എന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് എന്തായാലും പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നരിവേട്ടൻ. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 10ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ അതാകുമ്പോഴത്തേനും ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ആർക്കെങ്കിലും ഈ സിനിമ കാണണോ കണ്ടെന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Until then, bye bye.